ഇതൊക്കെ ആകണമോ കാര്യങ്ങളെന്ന് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം, തർക്കിക്കാം. ഇതാണോ അതിന് ശരിയെന്ന് നമുക്ക് തർക്കിക്കാം. ഇതല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ വാദിക്കാം, ജയിക്കാം. ഇതല്ല ആകേണ്ടതെന്നും പറയാം. പക്ഷെ ഇതൊക്കെയാണ് എന്ന യാഥാർത്ഥ്യത്തിന് നിങ്ങൾക്ക് തർക്കിക്കാൻ കഴിയില്ല. കാരണം അതാണ് യാഥാർത്ഥ്യം. ഈ മൊബൈൽ ഫോണിലൂടെയാണോ സംസാരങ്ങൾ നടക്കേണ്ടത്? ഇതിലൂടെയാണോ ബന്ധങ്ങൾ ഉണ്ടാവേണ്ടത്? ഇതിലൂടെയാണോ സമൂഹത്തിലെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ടത് എന്ന് നമുക്ക് വേണമെങ്കിൽ തർക്കിക്കാം. ആണെന്നോ അല്ലെന്നോ പറയാം. പക്ഷെ അടിസ്ഥാനപരമായി ഇതിലൂടെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഫാക്ട് ഓഫ് ദ മാറ്ററിനെ നിങ്ങൾക്ക് റിബട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതാണ് ആ നാലാമത്തെ പോയിന്റ്. നമുക്ക് നമ്മളെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയണം. ഒരു തൊഴിൽ ദാതാവ് ഒരു ഇൻ്റർവ്യൂവിന് വന്നിരുന്നാൽ, ഇന്നയാൾ ഇൻ്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ ഇവനെ കൊള്ളാം, ഇവനെ എടുത്തേക്കാം എന്ന് പറയുന്ന ഫസ്റ്റ് ഇംപ്രഷൻ നമ്മുടെ ഡ്രസ്സിങ്ങിലൂടെയും നമ്മുടെ ലുക്സിലൂടെയും നമ്മുടെ പ്രസൻറ്റേഷനിലൂടെയും ആണ് എന്നുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് അതൊരു ബ്രൂട്ടൽ റിയാലിറ്റിയാണ്. ഇതിനോട് പലപ്പോഴും നമ്മൾ കണ്ണടയ്ക്കും. ഇടുന്ന വസ്ത്രത്തിൻ്റെ മേന്മ വെച്ചുകൊണ്ടാണോ നമ്മളൊരാളെ സെലക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി അതും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരാൾ സെലക്ട് ചെയ്യപ്പെടുന്നത്. സോ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്, വിച്ച് ഇസ് ദ ഫോർത്ത് പോയിന്റ്. ഇനി 5, ഈ ജോലിയുടെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതെവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ബാംഗ്ലൂരോ മുംബൈയിലോ കേരളത്തിൽ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ഇവിടെയോ തൃത്താലയിലോ എവിടെയെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവും, ശരിയല്ലേ? ഈ ജോലി തരാൻ വേണ്ടി, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ആളെ ആവശ്യമുള്ള ആ സംരംഭം അവർക്ക് വളരെ നീഡഡ് ആണ്. അതിനു വേണ്ടിയിട്ട് ഒരാളെ കിട്ടുന്നത്, ശരിയല്ലേ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് വെച്ചോളൂ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളാണ് നിങ്ങളുടെ തൊഴിൽ കിട്ടുന്നതിൻ്റെ ഉത്തരവാദി. നിങ്ങൾ കൃത്യമായ രീതിയിൽ ഒരു സ്കില്ല് നേടിയെടുക്കുന്നുണ്ട്. നിങ്ങൾ വളരെ ഭംഗിയായ രീതിയിൽ ആ സ്കില്ല് ഉപയോഗിക്കാൻ വേണ്ടി പോയി കുറച്ച് ഇൻറ്റേൺഷിപ്സും കുറച്ച് വർക്ക് എക്സ്പീരിയൻസും ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ നന്നായി പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവൻ എങ്ങനെ അറിയും? ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് അയാൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? പലപ്പോഴും ഈ ജോലി തേടുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര കമ്പനികളിൽ അപ്ലൈ ചെയ്തു? നിങ്ങൾ എത്ര കമ്പനികളിൽ വിസിറ്റ് ചെയ്തു? നിങ്ങൾ എത്ര പേരെ പോയി ജോലി കിട്ടാൻ വേണ്ടി കണ്ടിട്ടുണ്ട്? ഒരു വലിയ മെനക്കെട്ട പണിയാണ്. കാര്യം സപ്ലൈ ഡിമാൻഡ് വലിയ രീതിയിൽ മാച്ച് ചെയ്യാത്തൊരു സാധനമാണ് ഈ ജോലി എന്ന് പറയുന്നത്. ഒരു വർഷം പഠിച്ചിറങ്ങുന്ന ആൾക്കാരുടെ എണ്ണവും അപ്പുറത്ത് തുറന്നു വരുന്ന അവസരങ്ങളുടെ എണ്ണവും തമ്മിലുള്ള മാച്ച് അത്ര സുഗമമല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ എടുത്തോളണമെന്ന് ഈ തൊഴിൽദാതാവിന് നിർബന്ധമൊന്നുമില്ല. അവന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവൻ ആ വേക്കൻസി അവിടെ ഒഴിച്ചിടും. കാരണം മോശപ്പെട്ട ഒരാളെ എടുത്ത് അയാൾക്ക് ശമ്പളവും കൊടുത്ത് എന്നിട്ട് തൊഴിൽ നടക്കാതിരിക്കുന്നതിനേക്കാളും ആ വേക്കൻസി അവിടെ കിടന്നോട്ടെ എന്ന് അയാൾ വിചാരിക്കും. അപ്പം നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അയാൾ അറിയണം. അത് അയാൾ അറിയണമെങ്കിൽ അതിനുള്ള സാധ്യത എന്ന് പറയുന്നത് നമ്മൾ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇത് നമുക്ക് വേണ്ടി വേറെ ആരും ആ പണിയെടുക്കില്ല. അപ്പം നമുക്കിത് അറിയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം, നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ കയറി രജിസ്റ്റർ ചെയ്യും. ഇപ്പം നോളജ് ഇക്കോണമി മിഷൻ്റെ പ്ലാറ്റ്ഫോമിൽ ലക്ഷക്കണക്കിന് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലേ? സോ ഈ ഇരിക്കുന്നതിൽ എത്ര പേര് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? ചോദ്യം 1. എത്ര പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? സ്കൂളിലെ കുട്ടികളല്ല, ബാക്കിയുള്ളവരാരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് ചോദിക്കോളൂ. സോ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് നാട് മുഴുവനും പോയി ഏതാണ്ട് 50 ലക്ഷത്തോളം ആൾക്കാർ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് കേരളത്തിൽ തൊഴിൽ തപ്പി നടക്കുന്ന ആൾക്കാരിൽ നല്ലൊരു ശതമാനം അതിൽ രജിസ്റ്റേർഡ് ആണ്. പക്ഷെ രണ്ടാമത്തെ ചോദ്യമാണ് പ്രശ്നം. ഇതിൽ എത്ര പേര് ഇതിനകത്ത് കയറി നിരന്തരമായി ആപ്ലിക്കേഷൻസ് അയക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് ഇതിൻ്റെ 1% താഴെ പോലും ഉണ്ടാവില്ല. നിരന്തരമായി അതിനകത്ത് കയറി നോക്കി അതിൽ അവസരങ്ങൾ തപ്പി അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.1% പോലും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ തൊഴിൽ നീഡഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് ഒരാളുടെ അടുത്തോ 2 പേരുടെ അടുത്തോ 3 പേരുടെ അടുത്തോ പോയാൽ പോരാ. തൊഴിൽ കിട്ടുന്നത് വരെ നിരന്തരമായ രീതിയിൽ ആ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കണം. ഓരോ ഇൻ്റർവ്യൂവിന് പോയി കഴിയുമ്പോഴും ഓരോ ഇൻ്റർവ്യൂവിൽ നിന്ന് റിജക്റ്റഡ് ആകുമ്പോഴും നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും. ആ ഫീഡ്ബാക്ക് എന്തായിരിക്കും എന്നറിയാവോ? ഇങ്ങനെയല്ല അപ്പോൾ ഇൻ്റർവ്യൂവിന് പോവേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഞാൻ തൊഴിൽ നേടാൻ ശ്രമിക്കേണ്ടത് എന്നൊരു ഫീഡ്ബാക്ക് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടായിരിക്കും. ആ ഫീഡ്ബാക്കിനെ വെച്ച് വീണ്ടും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്ത് പോവുക എന്നുള്ളതേ ഉള്ളൂ. ബേസിക്കലി ഇതൊരു സെയിൽസ് പോലെയാണ്. ഈ സെയിൽസ് പോലെയാണ് എന്ന് പറയുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ഈ സെയിൽസ് എന്ന ജോലിക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന ജോലികളിൽ ഒന്നാണ് സെയിൽസ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ള ജോലികളിൽ ഒന്നുമാണ് സെയിൽസ്. ഓക്കെ, അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുകയും ലോകത്തിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ളയും ജോലികളിൽ ഒന്നാണ് സെയിൽസ് എന്ന ജോലി. പക്ഷേ സെയിൽസ് എന്ന ജോലി ചെയ്യാൻ ആഗ്രഹമുള്ള, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എത്ര പേരുണ്ട് നമ്മുടെ ഇടയിൽ?
ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, ആർക്കിടെക്ട് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ സെയിൽസുകാരാവാൻ ആഗ്രഹിക്കുന്നവരാരും കാണില്ല, ശരിയല്ലേ? പക്ഷെ പ്രശ്നം എന്നറിയാവോ, ഏറ്റവും എളുപ്പം കിട്ടാൻ സാധ്യതയുള്ളൊരു ജോലി ഏതാണ്? ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാനുള്ള സാധ്യതയും അതിനാണ്. ഏറ്റവും അവസാനം ജോലി പോകുന്നതും സെയിൽസുകാരനായിരിക്കും ഒരു കമ്പനിയിൽ നിന്ന്. ഞാനത് പറഞ്ഞതിൻ്റെ റീസൺ സെയിൽസിലേക്ക് പോകുക എന്നുള്ളതിനെ കുറിച്ച് മാത്രമല്ല, മറിച്ച് ഈ സെയിൽസ് ഒരു ആറ്റിറ്റ്യൂഡാണ്. അതായത് എൻ്റെ കയ്യിലൊരു കാര്യമുണ്ട്, ആ കാര്യത്തിനെ ഞാൻ എങ്ങനെയും വിൽക്കുമെന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡാണ്. അത് ഞാൻ എങ്ങനെ വേണമെങ്കിലും ഒരാളുടെ തലയിലേക്ക് ഞാൻ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യും, ഞാൻ ആൾക്ക് ആ സാധനം വിൽക്കും എന്നുള്ളത് ആറ്റിറ്റ്യൂഡാണ് അല്ലേ? ഈ ആറ്റിറ്റ്യൂഡ് ജോലി തേടാനും വേണം. ഞാനെന്നൊരു പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലുണ്ട്, അതിൽ പൂർണ്ണമായ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, തൊഴിൽ ചെയ്യാൻ എനിക്കറിയാം, അത് ഞാൻ ചെയ്തതിൻ്റെ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഭംഗിയായ രീതിയിൽ എന്നെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഈ പ്രൊഡക്റ്റിനെ വിൽക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? അതൊരു കൃത്യമായിട്ടുള്ളൊരു സെയിൽസ്മാൻ മൈൻഡ് സെറ്റ്, ഒരു സെയിൽസ് വുമൺ മൈൻഡ് സെറ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം. ഈ സെയിൽസ് വുമൺ അല്ലെങ്കിൽ സെയിൽസ്മാൻ മൈൻഡ് സെറ്റ് എന്താണ്? ഇത് ആരാണോ വാങ്ങാനിരിക്കുന്നത് അവരെ റിപ്പീറ്റഡ്ലി നമ്മൾ പോയി കാണണം, സംസാരിക്കണം, നമ്മളവിടെ പിച്ച് ചെയ്യണം, നമ്മളവിടെ പ്രസൻറ്റ് ചെയ്യണം. എനിക്ക് ജോലി വേണമെന്നുള്ളത് നമ്മളവിടെ പറയണം. അത് കിട്ടിയില്ലെങ്കിൽ അടുത്ത ആളുടെ അടുത്തേക്ക് പോകണം. അവർ നമ്മൾ റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം, അടുത്ത ആളോട് അത് പ്രസൻറ്റ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന സാലറി കൂടി പോകും. 3 പേരെടുത്ത് പോയി നമ്മൾ റിജക്റ്റഡ് ആയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ ചോദിക്കുന്ന സാലറി കൂടുതലാണ്. ശരി, ആയിക്കോട്ടെ, ഇച്ചിരി കുറച്ച് പിടിക്കാം, നിർബന്ധം വേണ്ട, ഇച്ചിരി കുറച്ച് പിടിക്കാം, എന്നിട്ട് ഞാൻ പ്രൂവ് ചെയ്തതിന് ശേഷം കൂടുതൽ ചോദിച്ചോളാന്നേ, അത് ഫൈൻ. അപ്പോൾ നമ്മൾ അടുത്ത ആളുടെ അടുത്തേക്ക് പോകും. ഒരാളുടെ അടുത്ത് ഞാൻ എൻ്റെ തൊഴിൽ ചെയ്ത എക്സ്പീരിയൻസുകൾ പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അയാൾക്കത് ബോധ്യപ്പെട്ടില്ല. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവും ഇങ്ങനെയല്ല ഞാൻ ഈ സാധനങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നെനിക്ക് മനസ്സിലാവും. ശരി, കുറച്ചുകൂടെ വീട്ടിൽ വന്നിരുന്നിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് അടുത്ത് നന്നായി പ്രസൻറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു സെയിൽസ്മാൻ അല്ലെങ്കിൽ ഒരു സെയിൽസ് വുമൺ മൈൻഡ് സെറ്റിൽ തൊഴിൽ തേടുക എന്ന് പറയുന്ന പ്രോസസ്സിനെ കാണുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെന്ന പ്രൊഡക്റ്റിനെ കൃത്യമായി സെല്ല് ചെയ്യാൻ അവിടെ നമുക്ക് സാധിക്കണം. അത് കൃത്യമായി പാക്ക് ചെയ്ത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ജോലിയിലേക്ക് കിട്ടുകയുള്ളൂ. അതല്ലെങ്കിൽ കിട്ടുന്ന ജോലിയിൽ നമുക്കൊരു അഡ്വാൻറ്റേജും ഉണ്ടാവില്ല. ഏതെങ്കിലും രീതിയിൽ തട്ടിമുട്ടി നമുക്കൊരു ജോലി കിട്ടും, ഒരു 10,000 രൂപ 12,000 രൂപ നമുക്ക് സാലറി കിട്ടും. നമ്മൾ വളരെ മിനിമൽ ആയിട്ടുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസവുമില്ല, നമ്മളത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിനേക്കാൾ മുകളിലേക്ക് നമുക്ക് കയറാൻ കഴിയണമെങ്കിൽ നമുക്ക് നമ്മളെ കൃത്യമായി കൊണ്ടുപോയി വിൽക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയുണ്ടാവണം. അപ്പം ആ മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാവോ? അത് വലിയ മെനക്കെട്ടൊരു പണിയാണ്, അത് വലിയ മെനക്കെട്ടുള്ളൊരു പരിപാടിയാണ് ഈ സാധനം. തൊഴിൽ തേടുന്ന ആൾക്കാരിൽ എത്ര പേരുണ്ടാവും തൊഴിൽ സ്ഥാപനങ്ങളിലേക്ക് നടന്ന് കയറിപ്പോയി ഇവിടെ ജോലി ഉണ്ടോ എന്ന് ചോദിക്കുന്ന എത്ര പേര് നമ്മുടെ ചുറ്റും ഉണ്ടാവും? നിങ്ങളിപ്പോൾ സ്കൂളിലായിരിക്കും പഠിക്കുന്നത്, ദാറ്റ്സ് ഫൈൻ. നിങ്ങൾ നിങ്ങളുടെ ചുറ്റും നോക്കുക. കാരണം ഇപ്പോഴേ നമ്മളെ ആ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായി സഫർ ചെയ്യും. നിങ്ങളൊന്ന് ചുറ്റും നോക്കുക. നമുക്ക് തൊഴിൽ വേണ്ട ആൾക്കാരിൽ എത്ര പേര് തൊഴിൽ തരുന്ന ഒരു സ്ഥാപനത്തിലേക്ക് പോയിട്ട് ഇവിടെ ജോലി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, അവിടെ അവരുടെ CV കൊടുത്തിട്ട് പോകുന്നുണ്ട്. എത്ര തൊഴിൽ ദാതാക്കളെ അവർ പോയി പരിചയപ്പെടുന്നുണ്ട്. നമ്മളിതൊന്നുമില്ലാതെ വീട്ടിലിരുന്നിട്ട് എനിക്ക് ജോലി കിട്ടണം, എനിക്ക് ആപ്ലിക്കേഷൻ അയച്ചിട്ട് വീട്ടിലിരുന്നിട്ട് ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അത് കിട്ടുകയില്ലാന്നേ. അത് കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും ലക്കായിരിക്കും. അപ്പോൾ കൃത്യമായൊരു സെയിൽസ്മാൻ സെയിൽസ് വുമൺ മൈൻഡ് സെറ്റോടുകൂടെ പോയി കാര്യങ്ങളെ സെല്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, ഏത് തൊഴിൽ മേഖലയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും പുതിയ കാലത്തെ തൊഴിലിൽ സാങ്കേതിക വിദ്യയിൽ നിന്നും മാറി നിന്നുകൊണ്ട് ആ തൊഴിൽ നേടുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഏത് ജോലിയായി കഴിഞ്ഞാലും, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഠിക്കുന്നത് ഒരു ഹെൽത്ത് റിലേറ്റഡ് കരിയർ ആണെന്ന് വിചാരിക്കുക. ഒരു ഹെൽത്ത് റിലേറ്റഡ് കരിയറാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് വെക്കുക. ഏറ്റവും നിരന്തരമായ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അല്ലേ? ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വരുന്ന പുതിയ എക്യുപ്മെൻറ്റുകൾ, അതൊരു റോബോട്ടിക് എക്യുപ്മെൻ്റ് ആയിരിക്കാം, ഒരു റോബോട്ടിക് സർജറിയുടെ എക്യുപ്മെൻ്റ് ആയിരിക്കാം. ഈ റോബോട്ടിക് സർജറിയുടെ എക്യുപ്മെൻറ്റ് പഠിച്ചെടുക്കുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിസ്റ്റിന്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒരു വലിയ കോഴ്സാണ് അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി. സോ ഇതിനുള്ളിൽ നിൽക്കുന്ന ഒരാൾക്ക് പുതിയ മെഷീൻസും മെക്കാനിസംസും ഉപയോഗിക്കാൻ കഴിയുന്ന അറിവുണ്ടോ എന്നുള്ളത് അത് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റൽസിലേക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായ ഒരു യോഗ്യതയാണ്. അപ്പോൾ റോബോട്ടിക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം ബേസിക്കലി എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവർ മാത്രം പഠിക്കേണ്ട കാര്യമല്ല. ആ റോബോട്ടിക്സ് ഉപയോഗിക്കാൻ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാൾക്ക് പഠിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. തിരിച്ച് ഡിസൈനിങ്ങിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഞങ്ങളുടെ ഓഫീസിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ഡിസൈനറായിട്ടുള്ള ഒരാളെ AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ഇന്ന് സെലക്ഷൻ പോലും കിട്ടില്ല.
വീഡിയോ മേക്ക് ചെയ്യുന്ന ഒരാൾക്ക് AI ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ മേക്ക് ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക് ഒരു ജോലിയിലേക്ക് ഇന്റർവ്യൂവിന് പോലും അവർ വിളിക്കില്ല. കോണ്ടന്റ് റൈറ്റർ ChatGPT-യോ ജെമിനായിയോ ഉപയോഗിച്ച് കോണ്ടന്റ് റൈറ്റ് ചെയ്ത് അതിന് അതേപോലെ എടുത്തൊരു കമ്പനിക്ക് കൊടുക്കുന്ന ആളെയും അവർ ജോലിക്ക് എടുക്കില്ല. ഈ പറയുന്ന കോണ്ടന്റ് ഈ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് എഴുതാൻ അറിയാത്ത ഒരാളെയും അവർ ജോലിക്ക് എടുക്കില്ല. അപ്പൊ എങ്ങനെയുള്ള ഒരാളായിരിക്കും അവർ ജോലിക്ക് എടുക്കുന്നത്? അവരുടെ ബോധത്തിൽ നിന്നുകൊണ്ട് കൃത്യമായി എന്ത് കണ്ടന്റ് ഡെവലപ്പ് ചെയ്യണമെന്ന് ചിന്തിക്കുകയും ആ കോണ്ടന്റ് ജനറേഷന്റെ ടൂളായിട്ട് ഈ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിക്കുകയും അതിന് അതിൻ്റെതായ രീതിയിൽ വേണ്ട മോഡിഫിക്കേഷൻസും മാറ്റവും കസ്റ്റമൈസേഷനും നടത്തി ഒരാൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന ആളായിരിക്കും അവരെടുക്കുക. അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ഈ സാങ്കേതിക വിദ്യയുമായിട്ട് ഒരു തരത്തിലും കണക്ട് ചെയ്യാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന അറിയാവോ? മികച്ച കോളേജുകളിൽ നിന്നും പഠിച്ചിറങ്ങി വരുന്ന അഡ്വക്കേറ്റ്സ് അടുത്ത ഒരു 5 വർഷത്തിനിടയിൽ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 3-4 വർഷത്തിനിടയിൽ പുറത്തേക്ക് എത്തിക്കഴിയുമ്പോൾ, ഇന്ന് നിൽക്കുന്ന 20 വർഷം പ്രാക്ടീസ് ഉള്ള ഒരു അഡ്വക്കേറ്റിനുള്ള ഒരു സോഷ്യൽ അഡ്വാൻറ്റേജ് വെറും 3-4 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് മറ്റവൻ നേടിയെടുക്കും. ഇന്നൊരു 20 വർഷം നേടിയെടുത്തിരിക്കുന്ന ഒരാളുടെ നോളജിന്റെ ബേസ് അടുത്തൊരു സാങ്കേതിക വിദ്യയും കൂടെ അറിയുന്ന നിലയിൽ പഠിച്ചു വരുന്ന ഒരു അഡ്വക്കേറ്റ് ഒരു 3-4 വർഷം കൊണ്ട് നേടിയെടുക്കും. ഇന്ന് നിൽക്കുന്ന പ്രഗത്ഭന്മാരായിട്ടുള്ള അഡ്വക്കേറ്റുമാരെല്ലാം ജോലിയില്ലാതെ വീട്ടിലിരിക്കും, കേസില്ലാതെ വീട്ടിലിരിക്കും. 25-30 വയസ്സുള്ള ചെറിയ പിള്ളേർ AI ഉപയോഗിച്ച് കേസിന് അനലൈസ് ചെയ്ത് ആർഗ്യുമെന്റ് നോട്ടുകൾ തയ്യാറാക്കി കൺവീൻസിംഗ് ആയ രീതിയിൽ കോടതികളിൽ പ്രസന്റ് ചെയ്യുന്നതോടുകൂടെ ഇതൊന്നും തന്നെ തങ്ങളുടെ പരിപാടിയല്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന വക്കീലന്മാർക്ക് ഇന്നുള്ള പണി പോലും ഉണ്ടാവാതെ അവർ വീട്ടിലിരിക്കും. അപ്പൊ ഈ പഠിക്കാൻ പോകുന്നവരുടെ പ്രശ്നം എന്താണെന്നറിയാവോ? ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുത്തില്ലെങ്കിൽ, ഈ ഇലോൺ മസ്കിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ ലോകം മൊത്തത്തിലുള്ള സാങ്കേതിക വിദ്യ എക്സ്പെർട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങളുടെ ജോലി കൊണ്ടുപോകുമോ ഇല്ലയോ എന്നുള്ളത് ഒരു തർക്ക വിഷയമാണ്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അറിയുന്ന ഒരാൾ അതറിയാത്ത ആളുടെ ജോലി കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല, ഉറപ്പായിട്ടും കൊണ്ടുപോകും. AI-യും ടെക്നോളജിയും അറിയുന്ന ഒരു ഹെൽത്ത് കെയർ എക്സ്പേർട്ട് അതറിയാത്ത ഹെൽത്ത് കെയർ എക്സ്പേർട്ടിൻ്റെ ജോലി എന്തായാലും കൊണ്ടുപോകും. AI-യും ടെക്നോളജിയും അറിയുന്ന ഒരു റൈറ്റർ, ഒരു ഡിസൈനർ, ഒരു ആർക്കിടെക്ട്, ഒരു എഞ്ചിനീയർ, ഒരു ഹെൽത്ത് കെയർ പേഴ്സൺ അതറിയാത്ത ആളുടെ ജോലി എന്തായാലും കൊണ്ടുപോകും. അപ്പോൾ ജോലി ഏത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ചെയ്യുന്ന ജോലിയിൽ ഏത് ജോലിയിലായി കഴിഞ്ഞാലും ഈ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം മനഃപൂർവ്വമെങ്കിലും കൊണ്ടുവരുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സമയത്ത് ചില ആൾക്കാർ പറയുമായിരുന്നു, എനിക്ക് ഇമെയിലൊന്നുമില്ല, ഞാൻ അങ്ങനെ ഓൺലൈനിലൂടെ ഒന്നും ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. അപ്പോൾ അവസ്ഥ എന്തായി? ഇമെയിൽ ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്ന പോലെ അടുത്ത 5 വർഷത്തിനിടയിൽ 3 വർഷത്തിനിടയിൽ AI എന്ന് പറയുന്നത് 20 വർഷം മുമ്പുള്ള ഇമെയിൽ പോലെയായി മാറും. 20 വർഷം മുമ്പ് ഇമെയിലും ഗൂഗിളും ഒക്കെ ഉപയോഗിക്കേണ്ടത് എന്തുമാത്രം ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞുവോ, അതിനെ ഏർലി ആയിട്ട് അഡോപ്റ്റ് ചെയ്തവർ എന്തുമാത്രം കാര്യങ്ങളിൽ പ്രാവീണ്യം നേടിയോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഒരു സമയത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അത് മനസ്സിലാക്കാത്ത ആൾക്കാർ എന്തുമാത്രം സമൂഹത്തിൽ നിന്ന് പിന്നിലേക്ക് പോയോ അതേ നിലയിലേക്ക് എന്തു മാറും? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ടെക്നോളജിയും മാറും. അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ തൊഴിൽ നേടണമെങ്കിൽ നമ്മൾ നിൽക്കുന്നത് ഏത് മേഖലയിലേക്കായി കഴിഞ്ഞാലും അവിടെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അവിടുത്തെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഈ കപ്പാസിറ്റി നമുക്ക് നേടിത്തരാനുള്ള ഉത്തരവാദിത്തം നമ്മൾ പഠിക്കുന്ന കോളേജിനാണോ? ആണ് എന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ ജീവിതകാലത്ത് ആ സ്കില്ല് നേടിയെടുക്കില്ല. അതൊരു ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറാണ്. അതെന്താ പ്രശ്നം എന്നറിയോ? ഏതെങ്കിലും ഒരു കോളേജിന്റെ മാനേജ്മെന്റ് വളരെ ഫോർവേഡായി ചിന്തിച്ച് ഈ പറയുന്ന കോഴ്സുകളെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നത് വരെ നമുക്ക് നമ്മുടെ ഭാവി വിട്ടുകൊടുക്കാൻ പറ്റുമോ? നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ജോലി കിട്ടുന്ന ടീച്ചർ എവിടെ നിന്നെങ്കിലും കൃത്യമായിട്ട് ഇതെല്ലാം പഠിച്ച് മെനക്കെട്ട് കൊണ്ടുവന്ന് ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന നിലയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു ഗാമ്പിളിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഒരു ടീച്ചർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും, ഒരു കോളേജോ സ്കൂളോ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും, ഒരു മാനേജ്മെന്റ് ഇതിനു വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുന്നുണ്ടോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഗാമ്പിൾ ചെയ്യേണ്ടതല്ല നിങ്ങളുടെ ഫ്യൂച്ചർ. ഇത് പഠിച്ചെടുക്കാൻ കഴിയുന്ന നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ഇന്നത്തെ ലോകത്തുണ്ടാവും. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ പറ്റണം? പഠിക്കാൻ നമ്മൾ പഠിക്കണം, അല്ലേ? നമ്മൾ ഒരിക്കലും പഠിക്കാത്തൊരു കാര്യമാണ് പഠിക്കാൻ എങ്ങനെ പഠിക്കാമെന്നുള്ളത്. അത് നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ടോ? ഏത് കരിയറിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം എന്നറിയോ? ഈ പുതിയ കാലത്തിന്റെ തൊഴിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നേടിയ സ്കില്ലുമായി ഒരു പരിധിക്കപ്പുറം കാലം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ആ സ്കില്ല് ഒബ്സലീറ്റായി അടുത്ത സ്കില്ല് പ്രാധാന്യമായി വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ പ്രശ്നം, അപ്പം നമുക്ക് വീണ്ടും 2 വർഷം ബ്രേക്ക് എടുത്ത് ഒരു കോളേജിൽ പഠിക്കാൻ പോകാൻ പറ്റുമോ? ഇതാര് പഠിച്ചെടുക്കേണ്ടി വരും?
ഞാൻ തന്നെ പോയി പഠിച്ചെടുക്കേണ്ടി വരും, ശരിയല്ലേ? ആ സ്കില്ല്. അപ്പൊ ഇത് പഠിക്കാൻ എനിക്ക് അറിയത്തില്ലെങ്കിലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഓൺലൈൻ ടൂൾ ഉപയോഗിച്ചോ, ഓൺലൈൻ കോഴ്സിന് പോയിട്ടോ, ഏതെങ്കിലും ഒരു മെന്ററോട് ഓൺലൈനിൽ കണക്ട് ചെയ്തിട്ടോ നമുക്ക് ആ പുതിയ സ്കില്ല് പഠിച്ചെടുക്കാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കണം. അതല്ലാതെ AI-യുടെയും ടെക്നോളജിയുടെയും മാറി വരുന്ന കാലഘട്ടത്തിന്റെ റിക്വയർമെന്റ്സിന്റെയും ഒക്കെ നമ്മളെ പ്രിപ്പയർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമ്മൾ പോകുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിട്ടുകൊടുത്തിട്ട് നമ്മൾ കൈവിട്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വേറൊരാളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ജീവിച്ചു കാണിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് എൻ്റെ ജീവിതം നിങ്ങൾ പടുത്തുയർത്തി തരൂ എന്ന് നമ്മൾ പറയുന്നത് പോലെ ആയിരിക്കും. And that doesn't happen in the world. അത്രയും ഇതൊരു കോംപ്ലക്സ് പ്രോബ്ലമാണ്. ഈ സാധനത്തിന് ഇൻസ്റ്റിറ്റ്യൂഷനും സ്ട്രക്ചറും ഒക്കെ സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് സമയമെടുക്കും. അപ്പൊ ആ സമയമെടുത്തതൊക്കെ സെറ്റപ്പായി വരുന്നതിനിടയിൽ ഒരു വലിയ വിഭാഗം ആൾക്കാർക്ക് ജോലിയില്ലാതായി മാറും. അപ്പൊ ഇത് നമുക്ക് കൃത്യമായി ചെയ്തെടുക്കാൻ കഴിയണമെങ്കിൽ ഈ പ്രായത്തിലെ തന്നെ നമുക്ക് എന്ത് ചെയ്തെടുത്തു പോകാൻ കഴിയണം? കാര്യങ്ങളെ ഈ പറയുന്ന ടെക്നോളജിയെയും സ്കില്ലിനെയും ആർജിച്ചെടുക്കാനും പഠിച്ചെടുക്കാനും നമുക്ക് സാധിക്കണം. ഞാൻ ഇടയ്ക്ക് ഒരു സ്കൂളിലുള്ള ഒരു കുട്ടി, ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിച്ച ഒരു കുട്ടിയോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ. അത് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചത്, ഇവൻ വളരെ ടെക്നോളജിയോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന ഒരാളാണ്. ഭയങ്കരമായ രീതിയിലൊരു പഠിപ്പിസ്റ്റോ ബുജിയോ ഹെവി മാർക്കുകൾ സ്കോർ ചെയ്യുന്ന ആളോ ഒന്നുമല്ല. ദിസ് ഗൈ ഈസ് എ ബ്രില്യൻ ഗായ്. അപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു, നീ എങ്ങനെയാണ് പഠിക്കുന്നത്? അപ്പോൾ ഇവൻ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളതിന് എനിക്ക് ഒരു സാധനം എടുത്ത് കാണിച്ചു. അതായത് അവൻ ജോഗ്രഫി പഠിക്കുകയാണ്. അവൻ്റെ സ്കൂളിലെ പരീക്ഷയ്ക്ക് അവൻ ജോഗ്രഫി പഠിക്കുകയാണ്. ഇവൻ ജോഗ്രഫി പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ChatGPT ഓപ്പൺ ആക്കി വെക്കും. ChatGPT ഓപ്പൺ ആക്കി വെച്ചിട്ട് ഇവന് ജോഗ്രഫിയുടെ ആ പെർട്ടിക്കുലർ ചാപ്റ്ററിനെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ മുഴുവനും അതിലങ്ങ് ടൈപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഒരു വേർഡ് ഡോക്യുമെൻ്റ് എടുത്തിട്ട് അവൻ അതിനെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ മുഴുവനും അതിൽ ടൈപ്പ് ചെയ്യും. ഇത് ടൈപ്പ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യും. ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തതിനു ശേഷം ഇതിൻ്റെ കൂടെ പറയും, ഞാൻ CBSE സിലബസിൽ അല്ലെങ്കിൽ IGCSE സിലബസിൽ 8ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഇതാണ് എനിക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് അറിയാമെന്നുള്ളത്. ഈ ചാപ്റ്ററിൽ യഥാർത്ഥത്തിൽ അറിയാൻ വേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇത് പഠിച്ചു കഴിയുന്ന ഒരാൾക്ക് ഇന്ന കാര്യങ്ങൾ അറിയണമെന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ ഈ കരിക്കുലത്തിൽ, അല്ലേ? ഇതുമായിട്ടുള്ള ഗ്യാപ്പ് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അപ്പം എന്ത് കിട്ടും? നമുക്കിപ്പോൾ എന്തറിയാം, ഇനി നമ്മൾ എന്ത് പഠിക്കണമെന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി അവിടെ കിട്ടും, ശരിയല്ലേ? ഇനി അടുത്ത് അപ്പം കിട്ടുന്ന ഒരു 5 പോയിന്റ് ഉണ്ടാവും. ഈ 5 പോയിന്റിനെ ഓരോ പോയിന്റായിട്ട് ഇവനെടുത്ത് അതിനകത്തേക്ക് പേസ്റ്റ് ചെയ്യും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇംഗ്ലീഷ് ആവറേജ് മാത്രം അറിയുന്ന എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇതൊന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ ഇത് പറഞ്ഞു തരും. ഇത് പറഞ്ഞു തരുമ്പോൾ ഇവന് പെട്ടെന്ന് വായിച്ചിട്ട് മനസ്സിലാവില്ല. ഒരു ഉദാഹരണം കൂടെ തരാമോ? ഇതിൽ റിയൽ ലൈഫിൽ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെ ഒരു ഉദാഹരണം എനിക്ക് തരാമോ? അടുത്ത വീണ്ടും ചോദിക്കും, പരീക്ഷയ്ക്ക് ഈ കാര്യം ഒരു ആൻസർ ആയിട്ട് എഴുതുമ്പോഴത്തേക്കും ഏതൊക്കെ കീവേഡുകൾ എഴുതിയാലായിരിക്കും എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നത്? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ടീച്ചറിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ശരിയല്ലേ? ഇത് നമുക്ക് നമ്മുടെ മുമ്പിൽ ഇരുന്നിട്ട് എപ്പോൾ വേണമെങ്കിലും ഇവനോട് ചോദിക്കാം. അപ്പോൾ ChatGPT പോലുള്ള ഒരു ഫ്രീ ടൂൾ, അതിൻ്റെ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ഒന്നും എടുക്കണ്ട, ഒരു ഫ്രീ ടൂൾ നമ്മുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ ഏത് വിഷയമാണെങ്കിലും നമുക്ക് അതിനോട് ചോദിച്ചു പഠിക്കാം. അപ്പം നമ്മൾ ഇതിൻ്റെ അടുത്ത് പിന്നെ ഒന്നുകൂടെ ചോദിക്കും, എന്നാണെന്നറിയോ? ഓക്കെ, ഇതാണ് ജിയോഗ്രഫിയെക്കുറിച്ച് നിങ്ങൾ പറയുന്നത്. ഇനി ഈ ജിയോഗ്രഫിയുടെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള അപ്ഡേറ്റുകളെ ലോകത്തിലെ ജിയോഗ്രഫിയുമായും ജിയോളജിയുമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ ലെക്ചേഴ്സിൽ നിന്നും കുറച്ച് പോയിന്റുകൾ എടുത്ത് എനിക്ക് പറഞ്ഞു തരുമോ? ഒരു അരമണിക്കൂർ 1 മണിക്കൂർ സമയം കൊണ്ട് 1 വർഷം ഒരു ക്ലാസ്സിൽ ഇരുന്നാൽ കിട്ടുന്ന നോളജ് നമുക്ക് ഇതിനകത്ത് നിന്ന് നേടിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ പറയുന്നത് ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ഇതിനൊരു ചലഞ്ച് വരും. ഹേയ്, നോളജ് പഠിക്കാൻ വേണ്ടിയാണോ സ്കൂളിൽ പോകുന്നത്? ടീച്ചറിൻ്റെ ഒരു വലിയ വിസ്ഡം അവിടെ ഇല്ലേ? അപ്പം ചെറിയൊരു പ്രശ്നമുണ്ട്. അത്രയും വിസ്ഡം അവിടെ ഉണ്ടോ? ആ വിസ്ഡമൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? ആ വിസ്ഡമൊക്കെ നമ്മുടെ ക്ലാസ്സുകളിലൂടെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ടോ? ഒരു ജോഗ്രഫി പഠിപ്പിക്കുന്ന എത്ര പേര് കൃത്യമായിട്ടുള്ള ഒരു ജിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ എക്സ്കവേഷൻ കണ്ടതിന് ശേഷമായിരിക്കും നമ്മളോട് ഒന്ന് എക്സ്കവേഷനെ കുറിച്ച് സംസാരിക്കുന്നത്? പ്ലാറ്റ്യൂവിൽ പോയിട്ടുള്ള എത്ര പേരായിരിക്കും പ്ലാറ്റ്യൂവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്? യഥാർത്ഥത്തിൽ ഒരു വാലിയിലൂടെ നടന്നു പോയിട്ടുള്ള ആൾക്കാരാണോ ഒരു വാലിയെക്കുറിച്ച് നമ്മളോട് പഠിപ്പിക്കുന്നത്? ഒരു റിയൽ ഫിസിക്സ് എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ടുള്ള എത്ര ടീച്ചേഴ്സ് നമ്മളോട് പഠിപ്പിക്കുന്നുണ്ടാവും? അങ്ങനെ ഇല്ല എന്നുള്ള കണ്ടൻഷൻ ഒന്നും എനിക്കില്ല. പക്ഷേ ഉള്ളവരെ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടും. അപ്പോൾ അവരിൽ മാത്രം റിലേ ചെയ്തിരിക്കാതിരിക്കുക, അതൊരു ഭാഗമാണ് ലേണിങ്ങിൻ്റെ. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെ പഠിപ്പിക്കാനെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാൽ അവിടെ നമ്മുടെ ലേണിംഗ് സ്റ്റോപ്പ് ആവും. അപ്പോൾ ആ ലേണിങ്ങിന് വേണ്ടിയുള്ള സ്കില്ല് നേടിയെടുക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞതിനെ ഒന്ന് അടുക്കി പറയാം. ഒന്ന്,
നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്താണ്, ഇതൊന്നും തൊഴിൽ തരുന്ന ഒരാളുടെ പ്രശ്നമേ അല്ല. അയാൾക്ക് വേണ്ട കാര്യങ്ങൾ നമുക്കുണ്ടോ, അതുകൊണ്ട് അയാൾക്ക് ഫൈനാൻഷ്യലായ ബെനിഫിറ്റ് ഉണ്ടാകുമോ എന്നത് മാത്രമാണ് അയാളുടെ പ്രശ്നം. അത് പ്രകടിപ്പിക്കാനും അതവിടെ പ്രസന്റ് ചെയ്യാനും കൺവീൻസ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമ്മുടേത് മാത്രമാണ്. ദാറ്റ് ഇസ് നമ്പർ 1. മൈ ജോബ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി. നമ്മൾ എന്താണ്, എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നൊക്കെ നമ്മൾ പറയുന്ന ക്യാമ്പയിനല്ലേ, അതുപോലെ എൻ്റെ തൊഴിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ ധരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. നമ്പർ 1. നമ്പർ 2, തൊഴിൽ കിട്ടാനുള്ള ആഗ്രഹമല്ല തൊഴിൽ കിട്ടാനുള്ള മാനദണ്ഡം, മറിച്ച് തൊഴിൽ അറിയുക എന്നതാണ് തൊഴിൽ കിട്ടാനുള്ള മാനദണ്ഡം. അത് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ജോലി കിട്ടൂ. 3, അത് അറിഞ്ഞാൽ മാത്രം പോരാ, അത് എനിക്കറിയാമെന്ന് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ചെറിയ സമയത്തിനുള്ളിൽ ബോധ്യപ്പെടുത്തി കൊടുത്താൽ എനിക്ക് കഴിയണം. അത് കഴിയണമെങ്കിൽ തൊഴിൽ ചെയ്തതിൻ്റെതായിട്ടുള്ള പ്രൂഫ് എൻ്റെ കയ്യിൽ ഉണ്ടാവണം. ആ പ്രൂഫ് പെയ്ഡായ രീതിയിൽ എനിക്ക് കിട്ടിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ ഫ്രീ ആയി തൊഴിൽ ചെയ്തിട്ടായാലും ആ പ്രൂഫ് എനിക്ക് കിട്ടണം. കാരണം ആ ഫ്രീ ആയി ഞാൻ ചെയ്യുന്ന തൊഴിലെന്ന് പറയുന്നത് അത് മറ്റൊരു സ്ഥലത്ത് തൊഴിൽ നേടാനുള്ള പ്രൂഫ് ഞാൻ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. 4, ഇതെൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കാണുന്നു. 2, അതിനുവേണ്ടി ഞാനൊരു സ്കില്ല് നേടിയെടുക്കുന്നു. 3, ആ സ്കില്ലിൻ്റെ പ്രൂഫും എൻ്റെ കയ്യിൽ ഉണ്ടാവുന്നു. 4, ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരാൾക്ക് അയാളുടെ അടുത്തേക്ക് എന്നെ അടുപ്പിച്ചു നിർത്തി അയാളുടെ തൊഴിലിടത്തിൽ ഒരു സ്ഥലം എനിക്ക് തരാൻ തോന്നുന്ന രീതിയിലുള്ള പ്രസന്റേഷനിൽ ഞാനെന്ന പ്രോഡക്റ്റിനെ ഞാൻ എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്യണം. ശരിയല്ലേ? ഞാനൊരു ചെറിയൊരു അനാലജി പറയാം. നിങ്ങളൊരു ഐസ്ക്രീം കടയിലേക്ക് പോകുന്നു. അവിടെ ഒരു സ്ഥലത്ത് ഒരു സ്കൂപ്പ് ഐസ്ക്രീം മാത്രം വെച്ചിരിക്കുന്നു. തൊട്ടടുത്ത് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും അതിൻ്റെ പുറത്തേക്ക് കുറച്ച് എന്താ പറയുക, ഇച്ചിരി ഹണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റോ ഒക്കെ ഒഴിച്ച് കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ പുറത്ത് ഡെക്കറേറ്റ് ചെയ്ത് ഗാർണിഷ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഏതിനായിരിക്കും അട്രാക്ഷൻ കൂടുതൽ, ഒന്നാമത്തതിനോ രണ്ടാമത്തതിനോ? ഇതുപോലെയാണ് ഞാനെന്ന എന്നെ എന്ത് രീതിയിൽ നന്നായി പ്രസന്റ് ചെയ്യുമെന്ന് ഞാൻ തിരിച്ചറിയേണ്ടത്. അതേപോലെ ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനും എൻ്റെ തൊഴിലിൽ എൻ്റെ ഇംഗ്ലീഷ് വേണമെങ്കിൽ ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ ഈ സ്ഥലത്ത് മാത്രമേ നിൽക്കുന്നുള്ളൂ, ഇവിടെയാണ് വർക്ക് ചെയ്യാൻ ഞാൻ തീരുമാനിക്കുന്നെങ്കിൽ പിന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ച് മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ട സമയത്ത് നമ്മൾ പഠിച്ചാൽ മതി. ഇപ്പം ഞാൻ ലോ കോളേജിൽ LLB ആണ് പഠിച്ചത് 5 വർഷം. അപ്പോൾ LLB പഠിച്ച് 5 വർഷം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ എൻ്റെ ഒരു ക്ലാസ്മേറ്റ്, ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞു, നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പോയാലോ, കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പരിപാടികളൊക്കെ നേടിയെടുക്കാം, നീ ഒരു ക്ലാസ്സിൽ പോകും. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ പറയുന്ന പാറശാല കോടതി, ആറ്റിങ്കര കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ അവിടെ പോകുന്നുള്ളൂ, ഞാൻ എന്തിനാടാ ഇനി ചുമ്മാ സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ പഠിച്ച് പൈസ കളയുന്നു. ഷി വാസ് റൈറ്റ്. നെയ്യാറ്റിങ്കര കോടതിയിൽ ഇന്ന സ്ഥലത്ത് ചെറിയ കേസുകൾ മാത്രം നേടി നോക്കി മുന്നോട്ട് പോകാൻ മാത്രമേ താല്പര്യപ്പെടുന്നുള്ളൂ എങ്കിൽ വലിയ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സ്കില്ല് വേണമെന്നൊന്നുമില്ല. നമുക്ക് വേണ്ട ബേസിക് സാധനങ്ങൾ അവിടെ പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റിയാൽ മതി. പക്ഷേ ഇതേ സ്കില്ലും കൊണ്ട് ഹൈക്കോടതിയിൽ പോകാൻ പറ്റിയെന്ന് വരില്ല, ഇതേ സ്കില്ലും കൊണ്ട് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റിയെന്ന് വരില്ല, ഇതേ സ്കില്ലും കൊണ്ട് ഒരു കോംപ്ലക്സ് കേസ് ഒരുപക്ഷെ ഒരു ജില്ലാ കോടതിയിൽ ആർഗ്യൂ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ നമ്മുടെ ലൊക്കേഷൻ ഇതാണെന്ന് തീരുമാനിച്ചാൽ അതിനനുസരിച്ചുള്ള ഭാഷ പഠിച്ചാൽ മതി. പക്ഷേ ഇതിനേക്കാൾ ബെറ്ററായ ശമ്പളം കിട്ടുന്ന മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ അവിടെ എനിക്ക് ആ ഭാഷ അനിവാര്യമായി വരും. അടുത്തത്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തും ടെക്നോളജി ഏത് കരിയറിൽ നിന്നിട്ടായി കഴിഞ്ഞാലും അതിലേക്ക് ടെക്നോളജി ഉപയോഗിക്കാനുള്ള പഠനം നമ്മൾ നേടിയെടുക്കേണ്ടതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ, ടു കൺക്ലൂഡ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ എവിടെയെങ്കിലും കൃത്യമായി എഴുതി വയ്ക്കുകയും ഇത് ഓരോന്നും ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് നിരന്തരം എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ തന്നെ എന്നെ പുഷ് ചെയ്തെടുക്കേണ്ടതും എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി the last point I would like to say, ഈ പണി ഒരു 25 വയസ്സിനുള്ളിൽ എടുത്ത് നിങ്ങൾ കൃത്യമായൊരു പ്ലാറ്റ്ഫോമിൽ കയറിയില്ല എങ്കിൽ പിന്നെ ജീവിതം സെറ്റാവുന്നത് വലിയ പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു 10 വർഷത്തെ കരിയർ ബ്രേക്കുമായിട്ടൊരു ജോലിക്ക് നമ്മൾ തേടി ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പറ്റും. പക്ഷേ ഇറ്റ്സ് എ വെരി ടഫ് ടാസ്ക്, ഭയങ്കര പാടാണ് ഒരു ജോലി നേടിയെടുക്കുക. ഐ എം ജസ്റ്റ് പുട്ടിങ് ഇറ്റ് വെരി സ്ട്രെയിറ്റ്, വെരി ഹാർഷ് ആൻഡ് വെരി ഓപ്പൺ. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലോയിൽ ജോലിയിലേക്ക് അങ്ങ് കയറാൻ പറ്റിയാൽ ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് വണ്ടി അങ്ങ് മുന്നോട്ട് പോകും. ഇതിനിടയിൽ എവിടെങ്കിലും നമ്മളൊരു ബ്രേക്ക് ഇട്ട് പോയാൽ പിന്നെ തിരിച്ച് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഓടി കയറുക എന്ന് പറയുന്നത് കയറാൻ പറ്റാതെയൊന്നുമില്ല. നമുക്കൊരു ഹൈലൈറ്റ് കേസ് സ്റ്റഡി വേണമെങ്കിൽ എടുത്ത് കാണിക്കാൻ പറ്റും. പക്ഷെ അതിന് മറ്റതിൻ്റെ ഒരു 10 ഇരട്ടി ബുദ്ധിമുട്ടുണ്ട്. സോ വൈ ഡു ഐ സേ ദിസ്? ഇപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെല്ലാവരും ടീനേജിൽ നിൽക്കുന്നവരോ ഏർലി 20s നിൽക്കുന്നവരോ മാക്സിമം മിഡ് 20s നിൽക്കുന്നവരോ ഒക്കെയാണ്. ഇതൊരു ക്രിട്ടിക്കൽ ടൈമാണ്. ഒരു വർഷം വേറെ ഒന്നിലേക്കും ഫോക്കസ് ചെയ്യാതെ നിങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾക്കൊരു ഡെവലപ്പ് ചെയ്യുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾക്കൊരു സ്കിൽ ആർജിച്ചെടുത്ത് നിങ്ങളെ ഭംഗിയായ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റി
മാക്സിമം ആൾക്കാരോട് നെറ്റ്വർക്കും കണക്ഷൻസും ചെയ്ത് ഇറങ്ങി നടന്ന് ജോലി തപ്പി അതിനു വേണ്ടിയിട്ടുള്ള ടെക്നോളജിയും കൂടെ മനസ്സിലാക്കി എടുത്താൽ നിങ്ങൾക്ക് കൃത്യമായൊരു ജോലിയിലേക്ക്, ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും, ഒരു ലോഞ്ച് പാഡിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇവിടെ നമ്മൾ ഒന്ന് പിന്നാക്കം മാറി നിന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനുശേഷം നമുക്കൊരു പണിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി. അപ്പം നമ്മൾ നോക്കേണ്ടത് ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ടല്ലേ. വേറെ എന്താണ് നമ്മുടെ ജോലി? നമ്മൾ വേറെ എന്താണ്? നമ്മൾ വലിയ സാമൂഹിക ഉദ്ബോധനമൊന്നും നടത്തുന്നില്ലല്ലോ. നമ്മൾ വെറുതെ വീട്ടിലിരിക്കുകയല്ലേ, അല്ലെങ്കിൽ കൂട്ടുകാരോട് ചാറ്റ് ചെയ്തിരിക്കുകയല്ലേ, അതല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിരിക്കുകയോ ടി വി കാണുകയോ സീരീസ് ചെയ്യുകയോ അല്ലേ. നമ്മൾ വേറെ എന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടോ? ഈ 24 മണിക്കൂറിൽ കിട്ടുന്ന പരമാവധി സമയം ഒരു 12-15 മണിക്കൂർ നിങ്ങളെ ഒരു ഡെവലപ്പ് ചെയ്ത് ഗ്രൂം ചെയ്തൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റി കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഓരോ വ്യക്തിക്കും ഒരു സംരംഭകത്വത്തിൻ്റെ, ഒരു സംരംഭകൻ്റെയോ സംരംഭകയുടെയോ മാനസികാവസ്ഥ ഉണ്ടാവും. അവൻ ബിൽഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അവനാണ്. ഞാനെന്ന പ്രൊഡക്റ്റിനെയാണ് ഞാൻ ബിൽഡ് ചെയ്യുന്നത് എന്ന മാനസികാവസ്ഥയിൽ, ഒരു ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റിൽ ഞാനെന്ന വ്യക്തിയെ കാണാൻ എനിക്ക് പറ്റണം. അപ്പോൾ ആ സാധനങ്ങളെല്ലാം സെറ്റാവും. ഒരു ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റിൽ ഈ കാര്യങ്ങൾ ഞാൻ കാണുകയാണെങ്കിൽ ഇതെല്ലാം സെറ്റാവും. ഞാൻ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ടും കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, നോളജ് ഇക്കോണമി മിഷനും കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു അടിസ്ഥാന വ്യത്യാസം ഞാൻ പറയട്ടെ. ഈ സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തുന്ന പരിപാടികൾ ഗ്ലാമറായി സക്സസ് ആവും. കാര്യം എന്താ അറിയോ? അതിൻ്റെ കസ്റ്റമേഴ്സായിട്ട് പോകുന്ന ആൾക്കാരെല്ലാം ബേസിക്കലി സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. അവിടെ ഒരു മെൻഡറെ കൊണ്ടിരുത്തിയാൽ മതി, ആ മെൻഡറെ അവൻ കടിച്ചു നിന്നിട്ട് പോകും. കുറേ അവസരങ്ങൾ കൊണ്ട് വെച്ചു കൊടുത്താൽ മതി, ആ അവസരങ്ങൾ അവൻ കാര്യമായി ഉപയോഗിച്ചോളും. നോളജ് മിഷൻ്റെ പരിപാടികളുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നോളജ് മിഷൻ്റെ പരിപാടിയിലേക്ക് വരുന്ന ആൾക്ക് വേണ്ടി അവിടെ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഇവൻ്റെ ജോലി യഥാർത്ഥത്തിൽ എൻ്റെ ഉത്തരവാദിത്തമാണോ അതോ അവൻ്റെ ഉത്തരവാദിത്തമാണോ എന്ന് നമുക്ക് തന്നെ, ആ ഓർഗനൈസ് ചെയ്യുന്നവർക്ക് തന്നെ സംശയം ഉണ്ടാകുന്ന രീതിയിലാണ് അവിടെ ആൾക്കാർ ഒരു പരിപാടിക്ക് പോകുന്നത്. അത് മാറി ഒരു സംരംഭകന്റെ മാനസികാവസ്ഥയോടുകൂടെ, ഒരു സംരംഭം ബിൽഡ് ചെയ്യുന്ന മൈൻഡ് സെറ്റോടുകൂടെ നമ്മളെന്ന പ്രൊഡക്റ്റിനെ ബിൽഡ് ചെയ്തെടുക്കാനും ഒരു പുതിയ കാലത്തിൽ കൃത്യമായി പ്ലേസ് ചെയ്യാനും നമുക്ക് സാധിക്കണം. ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ കരിയറുകളുടെ പേരും അത് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും പറയുന്നതിനേക്കാൾ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കരുതിയത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കാരണം മറ്റൊരു ഉത്തരം കിട്ടാൻ വളരെ എളുപ്പമാണ്. നിങ്ങളൊരു ചാറ്റ് ജിപിടിയിൽ പോയിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക ദ ടോപ്പ് 10 കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ കേരള, ഗീവ് മീ ദ ലിസ്റ്റ് ഓഫ് കോഴ്സസ് ആൻഡ് കോളേജസ് ഡൂയിങ് ദിസ് പെർട്ടിക്കുലർ പ്രോഗ്രാം എന്ന് പറഞ്ഞടിച്ചാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കൃത്യമായ ഉത്തരം കിട്ടും. അതിനിപ്പം ഇന്നത്തെ കാലത്ത് ഒരു 5 വർഷം മുമ്പ് നടന്ന കരിയർ സെമിനാർ പോലെ ഇന്നത്തെ കാലത്ത് നിങ്ങൾ എന്നാം പറയുന്നത് ഇവിടെ കേട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇതാണ് 5 പ്രധാനപ്പെട്ട കരിയറുകൾ, ഈ കരിയറുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഇതൊക്കെയാണ്, അവിടുത്തെ ഫീസ് ഇതൊക്കെയാണ്. നിങ്ങൾ ജസ്റ്റ് chatgpt.com പോയിട്ട് ഗീവ് മീ ദ ടോപ്പ് 10 കരിയേഴ്സ് ഇൻ കേരള, കോഴ്സസ് ഫോർ ദാറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിങ് ദോസ് കോഴ്സസ് ആൻഡ് സോർട്ട് ഇറ്റ് ബേസ്ഡ് ഓൺ ദ റാങ്ക് എന്നൊരു 2 വരി 3 വരി അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കത് മണിമണിയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടും. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങളാണെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സോ മച്ച്. അവർക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ സർ, ചോദ്യങ്ങളല്ല, സാറ് പറഞ്ഞ ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തു, അത് പറയാനായിരുന്നു. ആക്ച്വലി നൗ ഐ എം വർക്കിംഗ് ആസ് ബ്ലോക്ക് കോർഡിനേറ്റർ ഇൻ കുടുംബശ്രീ. എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ MBA ആയിരുന്നു. അപ്പോൾ MBA ചെയ്യുന്ന സമയത്ത് എൻ്റെ തോട്ട് എന്തായിരുന്നു വെച്ചാൽ എൻ്റെ ജോലിയുടെ ഉത്തരവാദിത്തം കോളേജിൻ്റെ ആണ് എന്ന് തന്നെയായിരുന്നു. അഫ്കോഴ്സ് അവിടെ ക്യാമ്പസ് ഇൻ്റർവ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു, ബട്ട് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എടുത്തത് വളരെ കുറച്ചായിരുന്നു. അപ്പോൾ എന്ന് ഞാൻ പാസ് ഔട്ട് ചെയ്തോ അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ജോലി എൻ്റെ ഉത്തരവാദിത്തം എന്നാണെന്നുള്ളത്. അപ്പോൾ ആ പഠിക്കുന്ന സമയത്ത് നമ്മുടെ തോട്ട് അതായിരുന്നു. സാർ പറഞ്ഞത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അന്ന് മേ ബി ഈ ഒരു ക്ലാസ് നമുക്ക് അന്ന് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചുമായിരുന്നു. ബട്ട് നൗ ഐ എം സക്സസ്ഫുൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൻഡ് കൺഗ്രാറ്റ്സ് ദാറ്റ് യു ആർ സക്സസ്ഫുൾ.
സാറേ ഈ ChatGPT ഒക്കെ കുറച്ചുകൂടി പെയ്ഡ് വേർഷൻസ് ആണല്ലോ. ഇന്ത്യൻ്റെ എന്തെങ്കിലും ChatGPT പോലുള്ള വല്ല പ്രൊഡക്റ്റുകളും നമുക്ക് അവൈലബിൾ ആണോ? കുറച്ചുകൂടി ലോക്കൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ലോക്കൽ ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ChatGPT പോലത്തെ ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ വല്ലതും അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. സാറിന് എന്തെങ്കിലും അറിയുന്നു? ഒന്ന്, ChatGPTയോ ജെമിനയോ പോലുള്ള ടൂളുകൾ നമ്മുടെ ബേസിക് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ആ എല്ലാ പ്ലാറ്റ്ഫോമിൻ്റെ ഫീച്ചേഴ്സും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നമുക്കൊരു അഡ്വാൻസ്ഡ് ലെവലിൽ അത് ഉപയോഗിക്കാനാണെങ്കിൽ മാത്രം അതിൻ്റെ ഒരു പെയ്ഡ് വെർഷനിലേക്ക് നമ്മൾ പോയാൽ മതി. നമുക്കിപ്പോൾ അത് ഉപയോഗിക്കേണ്ടി വരുന്നത് എന്തിനായിരിക്കും? ജോലി തപ്പാൻ, ഒരു ഇൻ്റർവ്യൂവിന് ഒരു കവറിംഗ് ലെറ്റർ എഴുതാൻ, ഒരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാൻ, ഇൻ്റർവ്യൂവിന് നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ, ശരിയല്ലേ? ഇതിനായിരിക്കും നമുക്കത് ഉപയോഗിക്കേണ്ടി വരിക, അല്ലേ? ഈ പറയുന്ന കാര്യത്തിന് നമ്മളതിന് ഒരു പൈസയും കൊടുക്കണ്ട, അത് ഫ്രീ ആയി നമുക്ക് ഉപയോഗിക്കാം. കുറേ കൂടുതൽ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പെയ്ഡ് വെർഷൻസ് നമ്മൾ എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഉപയോഗിക്കാനുള്ള സാധ്യത ഫ്രീ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇതിനേക്കാൾ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ഇതേ ഇഫക്റ്റീവ്നെസ്സിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു റീജിയണൽ ടൂള് എൻ്റെ അറിവിലില്ല. ഉണ്ടാവാം, പക്ഷെ എൻ്റെ അറിവിലില്ല. പക്ഷേ ഇതിൻ്റെ കോസ്റ്റ് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല, കാരണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതെ, അത് ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ആൾക്കാരിലേക്ക് അറിഞ്ഞ് ഇതിനെ പറ്റിയുള്ള മനസ്സിലാക്കി തുടങ്ങുമ്പോഴേക്കും ചിലപ്പോൾ അത് പെയ്ഡ് വേർഷൻസ് ആവുമോ എന്നാണ്. അപ്പോഴല്ലേ, അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ പേടിക്കണ്ടല്ലോ. അപ്പോൾ ഉള്ളവർ അപ്പോൾ നോക്കിക്കോളും. നമുക്കിപ്പോൾ തൊഴിൽ കിട്ടുന്നവർ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. നമുക്കിപ്പോൾ ഒരു ജോലി കിട്ടുന്നത് വരെയോ, ഒരു ജോലി നമുക്ക് നേടിക്കഴിഞ്ഞുവെങ്കിൽ അതിനുവേണ്ടി നമ്മളെ നന്നായി പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയോ കിട്ടുന്നിടത്തോളം ഇതങ്ങ് ഉപയോഗിച്ചോളൂ. അവൻ എന്നെങ്കിലും ഒരിക്കലും ഇത് പെയ്ഡ് ആക്കുമെന്ന് കരുതി നമ്മൾ ഇത് ഉപയോഗിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ഉപയോഗിച്ചോ, പെയ്ഡ് ആക്കുമ്പോൾ നമുക്ക് അപ്പോൾ നോക്കാം. ഓക്കെ, താങ്ക് യു. എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട്, ഒരു 10-35 കൊല്ലമായിട്ട് ഒരു സമാന്തര അധ്യാപകനാണ്. ഇന്നത്തെ കുട്ടികളിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ വർഷം തന്നെ 9ാം ക്ലാസ്സിൽ ഞാൻ ഇംഗ്ലീഷാണ് എടുക്കുന്നത്. നത്തിങ് ട്വൈസ് എന്ന് പറയുന്നൊരു പോയമുണ്ട്. അപ്പോൾ കുട്ടികൾക്കത് റിലേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉദാഹരണങ്ങളൊക്കെയാണ് പറഞ്ഞപ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ച ചോദ്യമാണ്, മാഷ ഇതൊന്നും പരീക്ഷയ്ക്ക് വരില്ലല്ലോ, പിന്നെ എന്തിനാ അതൊക്കെ പഠിക്കണേ? ഇതേ സാധനം ഞാൻ 89-ൽ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞ കുട്ടികൾക്ക് ഒരു സംഗീതത്തിനെ കുറിച്ചുള്ളൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ലുഡ്വിഗ് വാൻ ബെത്തോവൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് ശങ്കരശാസ്ത്രികൾ മുതൽക്ക് യേശുദാസ് വരെയുള്ള സംഗീതജ്ഞന്മാരെക്കുറിച്ച് മുഴുവൻ പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ക്ലാസ്സിലേക്ക് കടന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ടീച്ചറുടെ ഒരു നോളജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എനിക്കത് പറയേണ്ടി വരുന്നത്. അപ്പോൾ അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴും കുട്ടികളത്, ഇന്നത്തെ കാലത്ത് പുതിയ തലമുറ കുട്ടികളത് സ്വീകരിക്കാൻ തയ്യാറില്ല. അവർക്ക് ഇൻസ്റ്റൻറ്റ് മാത്രം മതി എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അതിൽ നിന്ന് ആ കുട്ടികളെ എങ്ങനെ മാറ്റിയെടുക്കാം, ഒരു വൈഡ് നോളജ് അവരിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് കാര്യമാണ്. ഒന്ന് ഒരു സ്റ്റുഡൻറ്റ്, ഇന്നത്തെ കാലത്ത് സ്കൂളിൽ നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് വൈഡ് നോളജിനോട് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള ബോധ്യം എനിക്കില്ല. അല്ലെങ്കിൽ അത് ഞാൻ കാണുന്ന കുട്ടികളുടെയോ നമ്മളെപ്പോഴും നമ്മൾ കാണുന്ന കുട്ടികളെ വെച്ചുകൊണ്ടായിരിക്കുമല്ലോ നമ്മുടെ പെർസ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിം ഓഫ് തിങ്കിങ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ എൻ്റെ മുമ്പിലൂടെ ഞാൻ കണക്ട് ചെയ്യുന്ന ആൾക്കാരിൽ സത്യത്തിൽ വൈഡായ രീതിയിലുള്ള ചിന്തയോ വിശാലമായി കാര്യങ്ങളെ കാണാനുള്ള ഒരു പ്രശ്നമോ ഒരു സ്കൂൾ കുട്ടിക്കുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. മറിച്ച് കൂടുതൽ അവൻ പാഠങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ കുറച്ചുകൂടെ ബ്രോഡറായി ചിന്തിക്കാൻ കഴിയുന്ന കപ്പാസിറ്റിയും അതിനുള്ള എഫർട്ടും ഇൻട്രസ്റ്റും അവർക്കുണ്ട് എന്നാണ് എൻ്റെ ബോധ്യം ഇതിൽ. ദാറ്റ് ഇസ് മൈ ഫസ്റ്റ് പോയിന്റ്. 2, പരീക്ഷയിലേക്ക് മാത്രമായി ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റിലേക്ക് മാത്രം ചിന്തിച്ചുകൊണ്ട് പറയുന്ന ഒരു ചിന്ത ഒരു കുട്ടിക്കുണ്ട് എങ്കിൽ അത് ഉണ്ടാക്കി കൊടുത്തതിൽ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് ഒരു വലിയ റോളുണ്ട്. ജനിക്കുന്ന കുട്ടി പരീക്ഷയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് അറിഞ്ഞുകൊണ്ടല്ലോ സർ ജനിക്കുന്നത്. അപ്പോൾ പരീക്ഷയാണ് ഇമ്പോർട്ടൻ്റ് എന്ന ഒരു ബോധവും അതാണ് പരമപ്രധാനമെന്നുള്ള ബോധവും ആ കുട്ടിക്ക് കൊടുത്തവരുടേതാണ് ആ ഉത്തരവാദിത്തം. അപ്പോൾ 2 രീതിയിലുള്ളത് മാറ്റാൻ കഴിയും. ഒന്ന്, എനിക്ക് അങ്ങനെ ഒരു ബോധമില്ല. മറിച്ച് ഞാൻ ആ തോട്ട് ഷെയർ ചെയ്യുന്ന ഒരാളല്ല. അതായത് കുട്ടി എക്സാം ഓറിയൻറ്റഡായി മാത്രമാണ് കുട്ടി പഠിക്കുന്നത് എന്നുള്ള തോട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന ഒരാളല്ല. മറിച്ച് എൻ്റെ ചിന്തയിൽ ഞാൻ കാണുന്ന കുട്ടികളിൽ, ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന കുട്ടികളിൽ എക്സാമിനും പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്ന, ഒരുപക്ഷെ എക്സാമിനെ കുറിച്ച് ലീസ്റ്റ് ബോധേഡ് ആവുന്ന ഒരു ജനറേഷനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാർക്ക് കിട്ടിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ എന്ന് പറയുകയും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് കൂടുതലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് എൻ്റെ ബോധ്യം. 2, അങ്ങനെ അല്ലാത്ത
കുട്ടികൾ ഇതിനുള്ളിലുണ്ട് എങ്കിൽ അവരെ എക്സാമിനിൻ്റെ മാർക്കിനേക്കാളും വിശാലമായി കാര്യങ്ങൾ അറിയുന്നതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ഉള്ള ഒരു സിസ്റ്റം അവന് ചുറ്റും ക്രിയേറ്റ് ചെയ്താൽ മാത്രമായിരിക്കും അത് ശരിയാവുക. അത് ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ മാത്രം പറഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിനെ കുറിച്ചുള്ള ഫീഡിങ് അവൻ്റെ മനസ്സിൽ കണ്ടിന്യൂസ് ആയി കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടുള്ളൊരു തോന്നലാണെന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. അതിനെക്കുറിച്ച് മാത്രമുള്ള എൻ്റെ അഭിപ്രായമാണ്. പക്ഷേ ആദ്യത്തെ കാര്യത്തിൽ എൻ്റെ ബോധം കുറച്ചുകൂടെ ബ്രോഡായി ചിന്തിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് കൂടുതൽ എന്നുള്ളതാണ് എൻ്റെ ബേസിക്കലായിട്ടുള്ള ബോധം. അത് എൻ്റെ മാത്രം ബോധമാണ്. അങ്ങനെയാണ് ശരി എന്നുള്ളത് ഞാൻ ആർഗ്യൂ ചെയ്യുന്ന പോലുമില്ല. എനിക്കൊന്നും അതിന് മറ്റൊരു ഉദാഹരണം ഞാൻ കണ്ടത്, ഞാൻ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച പരിപാടികളിൽ ഒന്ന് KDISC നടത്തുന്ന YIP എന്ന പരിപാടിയാണ്. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമാണ്. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിൻ്റെ ഞാൻ അതിൻ്റെ കോറായിട്ടുള്ള പരിപാടികളിലൊന്നും ഭാഗമായിട്ടില്ല, പക്ഷേ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്, ഒരു കേരളം മൊത്തത്തിലുള്ള സ്കൂളുകളിൽ നിൽക്കുന്ന കുട്ടികൾ വിവിധമായിട്ടുള്ള വിഷയങ്ങളെ സെലക്ട് ചെയ്യുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും പ്രോജക്റ്റുകൾ ഉണ്ടാക്കുകയും അത് കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്യുകയും പ്രത്യേകിച്ച് ഒരു ഗ്രേസ് മാർക്കും അതിനകത്ത് ഉണ്ടാവുമെന്ന് കണ്ടുകൊണ്ട് പോലും അല്ലാതെ കാര്യമായ രീതിയിൽ അതിനുവേണ്ടി മെനക്കെടുകയും ചെയ്യുന്ന ഒരു വലിയ ഓളം. അപ്പം എൻ്റെ മകൻ അതിൻ്റെ ഭാഗമായിരുന്നു. അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൻ അതിൻ്റെ ഒരു പ്രൊജക്റ്റ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പം ഞാൻ അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്കൂളുകളിലേക്ക് പോകുന്ന സമയത്തും അതിൻ്റെ സെമിനാറുകൾക്ക് പോകുന്ന സമയത്തുമുള്ള കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള പാർട്ടിസിപ്പേഷൻ വളരെ വലുതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ സത്യത്തിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ പരീക്ഷയും ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിരിക്കും നമ്മൾ ബുദ്ധിമുട്ടുക. ബാക്കി പരിപാടികളിലേക്കായിരിക്കും അവർ പോവുക എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. മറ്റു ചോദ്യങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങളുടെ തൊഴിൽ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതിനൊരു സ്കില്ല് അനിവാര്യമാണ്. അതല്ലാതെ നമുക്ക് ഫ്രീ ആയി ജോലി കിട്ടില്ല. സ്കില്ല് മാത്രം കിട്ടിയാൽ പോരാ, നമുക്ക് നമ്മളെ നന്നായി പ്രസൻറ്റ് ചെയ്യാനും കഴിയണം. 4, ഈ പ്രസൻറ്റേഷനുള്ള നമ്മളിവിടെ നിൽപ്പുണ്ട് എന്ന് ആൾക്കാർക്ക് അറിയാൻ കഴിയണം. അതിനുവേണ്ടി നമ്മൾ ഇറങ്ങി നടന്ന ആൾക്കാരോട് കണക്ട് ചെയ്ത് ഞാനിവിടെ ഉണ്ട് എന്ന് ഉറക്കെ വിളിച്ച് പറയണം. അതിനോടൊപ്പം സാങ്കേതിക വിദ്യ ഏത് തൊഴിലിനും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി അത് പഠിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവണം. അതിനോടൊപ്പം നമുക്കിപ്പോൾ ഒരു ലേറ്റ് ടീൻസിലോ ഏർലി 20s നമുക്ക് കിട്ടുന്ന സമയത്തിൻ്റെ ഭൂരിഭാഗവും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വമായി ഉപയോഗിക്കുകയും അതിനുവേണ്ടി മെനക്കെടുകയും തൊഴിലിന് വേണ്ടി പ്രിപ്പയർ ചെയ്തും തൊഴിൽ തേടിയും വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ക്ഷീണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തൊഴിൽ കിട്ടും. ഇത് ഈസിയായി അവൈലബിൾ ആവുന്നൊരു കാര്യമല്ല. ബിക്കോസ് ഒരു സപ്ലൈ ഡിമാൻഡ് ഇഷ്യൂവിൽ ഇപ്പോഴും തൊഴിൽ വേണ്ട ആൾക്കാരുടെ എണ്ണത്തിന് അത്രയും തൊഴിലുകൾ ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു കോംപ്ലിക്കേറ്റഡ് മാറ്ററാണ്. അപ്പോൾ എല്ലാവരും ഊർജ്ജത്തോടുകൂടെ തൊഴിൽ നേടാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.